കേരളത്തിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. പല PFIക്കും ഫണ്ട് കൊടുത്തവർ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും അവർക്ക് നാട്ടിൽ വരാൻ പറ്റുന്നില്ല. അവർക്ക് ഭയം, അവർ വന്നാൽ പിടിക്കപ്പെടുമോ. അതുകൊണ്ട് വർഷങ്ങളായിട്ട് അവരവിടെ നിൽക്കുകയാണ്. കേരളത്തിലുള്ള അവരുടെ ബന്ധുക്കളും ഭാര്യമാരും മക്കളും ഒക്കെ അവിടെ വരുത്തി കാണിക്കുകയാണ്. പുതിയ റിപ്പോർട്ട് കിട്ടി, പുതിയ സോളിഡായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി. കാരണം ഈ ഫൈസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ചോദിക്കാൻ പല ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞപ്പോഴും ഒരു സംഭവം പിടികിട്ടി. കഴിഞ്ഞ 3 മാസം കൊണ്ട് 127 മലയാളികളെയാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഡൽഹിയിലോട്ട് കടത്തിവിട്ടേക്കുന്നത്. അതായത് ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ട ശേഷം, ഇവരെല്ലാം നിരോധിച്ച ശേഷം PFIയെ സാമ്പത്തികമായിട്ട് അവരെ ജയിലിൽ നിന്ന് ഇറക്കാനും ലീഗൽ കാര്യങ്ങൾക്ക് നിരോധിച്ച സംഘടനയ്ക്ക് പണം കൊടുക്കാൻ ശ്രമിച്ചവരാണ്. ആദ്യം ഗവൺമെൻറ് ഇതൊക്കെ വാച്ച് ചെയ്ത് കീനായിട്ടങ്ങിരുന്നു. ഇവർ പണം ട്രാൻസ്ഫർ ചെയ്ത ശേഷം ഇവരുടെ പുറകെ കൂടി ഈ പറയുന്ന UAE ഗവൺമെൻറ് ഇന്ത്യയായിട്ടും സൗദിയും ഇന്ത്യയായിട്ടും ഖത്തറും ഇന്ത്യയുമായിട്ടും ഈ രാജ്യങ്ങളുമായിട്ടും കുറ്റവാളികളെ കൈമാറുന്ന ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധവുമാണ്. അതിലേറ്റവും കൂടുതൽ പേര് സൗദിയിൽ നിന്നും UAE നിന്നാണ്. അതായത് നിരോധിച്ച സംഘടനയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ ശ്രമിച്ചു. അപ്പം ഇത് അവിടുത്തെയുള്ള ഇൻറ്റേർണൽ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ എടുത്തു. ഇവരെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇവരെ നേരെ ഡൽഹിയിലോട്ട് വിട്ടു. ആദ്യത്തെ ലോട്ട് ഇപ്പം കഴിഞ്ഞ ഒരു 4-5 ദിവസം വരെ ഏകദേശം 127 പേരെയാണ് പിടിച്ചിരിക്കുന്നത്. വരാൻ പോകുന്ന ലോട്ട് 150 പേരാണ്. ഇപ്പം എന്താ മനസ്സിലാക്കേണ്ട സംഭവം? അതായത് ഇവിടെയുള്ള പല ആൾക്കാരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് അങ്ങനെ പെട്ടെന്ന് കയറി ഒരു ഊഹാപോഹത്തിൻ്റെ പേരിൽ ഒരു കേസും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഗവൺമെൻറ് റെസ്പോൺസിബിൾ അക്കൗണ്ടബിലിറ്റി ഉള്ളവരാണ്. എന്തിനാണ് ഇവർ PFIക്ക് പണം കൊടുത്ത്? നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഫൈസിയുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയാണ് ഇത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത്. ഇവരെ കെടുത്ത ശേഷമാണ് പുള്ളിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്. വളരെ വളരെ സ്ട്രാറ്റജിക്കൽ മൂവാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇയാളെയും കൂടെ പിടിച്ചകത്തോട്ടം കിട്ടും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം, എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ രാജ്യത്ത് ഈ PFI ഭീകരവാദികളെ കൊണ്ട് അവരെ നിരോധിച്ചില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നത്. ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിൽ നിന്ന് ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് പണം വാങ്ങി അല്ലെങ്കിൽ പണം ഇവിടേക്ക് എത്തിച്ച് വലിയ രീതിയിൽ രാജ്യത്തിന് പുറത്തും അകത്തും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇവന്മാർ മാറി എന്നുള്ളതാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം ഈ 127 മലയാളികളെ NIA അറസ്റ്റ് ചെയ്തിട്ട് ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഇന്ന് അതിശയപ്പെടുന്നത്. കാരണം അത്രത്തോളം വലിയ രീതിയിലാണ് ഈ ഒരു വിഷയം നിലനിൽക്കുന്നത്. വിദേശ രാജ്യങ്ങളിലടക്കം സൗദി ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ഖത്തറൊക്കെ ഭീകരവാദികൾക്ക് വലിയ രീതിയിലുള്ള പണം ഫണ്ട് ചെയ്യുന്ന രാജ്യം തന്നെയാണ്, സംശയമില്ല. ഈ രാജ്യത്ത് നിന്നടക്കം അവിടെ പ്രവർത്തിച്ച് മലയാളികൾ PFIക്ക് വേണ്ടി പണം കണ്ടെത്തി ഇവിടെ കേരളത്തിൽ നിന്ന് തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോയ ഇവിടെയുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സ്വരൂപണം നടത്തിയ ആളുകളാണ് ഇവരെല്ലാവരും. ഇവരെയാണ് ഇപ്പോൾ ദില്ലിയിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ 127 ആളുകളെ, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരായിട്ടുള്ള മലയാളികളെ NIA അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത്. അപ്പം ഇനി നിരവധി ആളുകളെ ഇതുപോലെ തന്നെ കൊണ്ടുവരാനുണ്ട്, അറസ്റ്റ് ചെയ്യുന്നുണ്ട്. 13,000-ഓളം ഭീകരവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ്, പോപ്പുലർ ഫ്രണ്ടിന് ഫണ്ട് ചെയ്തിരിക്കുന്നതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ ബാങ്ക് അക്കൗണ്ടുകൾ വരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് നമ്മുടെ ഏജൻസികൾ ഇപ്പോൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള വിഷയമായിട്ട് നമ്മൾക്ക് തോന്നാം. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നമ്മളൊരു ഭാരതീയനെ സംബന്ധിച്ച് വലിയ തരത്തിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സർക്കാരാണ് നമ്മുടെ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൽ തർക്കമില്ല. ഇത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അല്ലെങ്കിൽ അജിത് ഡോവൽ അടക്കമുള്ള ഭീകരവാദത്തെ കൃത്യമായിട്ട് എതിർത്ത് പോകുന്ന സംവിധാനങ്ങളെ ചലിപ്പിക്കുന്ന ആളുകളുടെ ഒരു കഴിവ് തന്നെയാണെന്നതിൽ തർക്കമില്ലാതെ തന്നെ നമുക്ക് പറയാം.
ഇപ്പോൾ BJP എന്ന് പറയുന്ന സംവിധാനം ത്തിന്റെ ഒരു വേട്ടയാടൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ വേട്ടയാടൽ നടന്നു. അതിന്റെ ഭാഗമായിരുന്നു അവർ നിരോധിച്ചത്. SDPI ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഇവിടുത്തെ മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SDPI ഇപ്പോൾ SDPIയിൽ നിൽക്കില്ല എന്ന് പോലും വേട്ടയാടൽ. ഒന്ന് ചിന്തിച്ച് നോക്കണം, നമ്മൾ എത്രത്തോളം അതിഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ്, എന്ത് തരത്തിലുള്ള ചർച്ചയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു മാധ്യമ സ്ഥാപനം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. SDPI എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ പുറകിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭീകരവാദ മുഖമുള്ള ഒരു സംഘടനയുടെ പുറകിൽ ഇവിടെ രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള NIA പോലെയുള്ള സംവിധാനങ്ങളും കൃത്യമായിട്ട് മുന്നോട്ട് പോയി രാഷ്ട്രം ഒരു വലിയ പ്രതിസന്ധി അനുഭവിക്കാൻ പോകുന്നതിനെ തടയുന്നതിന് എതിരെ പറയുകയാണ് ഇവർ പറയുന്ന സംസാരങ്ങളാണ്, വാക്കുകളാണ് ഇവർ പറയുന്നത്. എന്താണ് ഇവർ പൂർണ്ണമായിട്ടും പറയുന്നത്? SDPIയെ വേട്ടയാടുന്നത് SDPIയിൽ മാത്രം നിൽക്കില്ല, ഇനിയും അത് തുടരും. ഭീകരവാദം രാജ്യത്തിനെതിരെ നടത്തി കഴിഞ്ഞാൽ SDPI എന്ന് പറയുന്ന സംഘടനയെ നിരോധിക്കുന്നതിന് ശേഷവും അതിനെ ബാക്കിയുള്ള സമയങ്ങളിൽ മറ്റുള്ള ആളുകൾ ചെയ്യുമ്പോൾ അതിനെയും കൃത്യമായിട്ട് പ്രതിരോധിക്കാനും, അങ്ങനെ ഒരു രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേരെ വേട്ടയാടൽ നടത്താൻ വേണ്ടി തന്നെയാണ് രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിയെ അടക്കമുള്ള ആളുകളെ ഇവിടെ ഭരണത്തിൽ കയറ്റിയിരുത്തിയിരിക്കുന്നത്. ഇത് മാറ്റങ്ങളാണ്. പല സംസ്ഥാനങ്ങളിലും വലിയ തരത്തിൽ ഒരു ഗംഭീരമായിട്ടുള്ള വിജയമെല്ലാം ഉണ്ടാക്കി BJP മുന്നോട്ട് വരുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് ഇല്ലായ്മ ചെയ്യുമെന്നുള്ളത് ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. വികസനം മാത്രമാണ് ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സുരക്ഷിതത്വമില്ലാത്ത രാജ്യത്ത് എന്ത് വികസനം നടക്കാനാണ്? അപ്പോൾ രാഷ്ട്രത്തിന് വികസനം നല്ല പോലെ നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട്. അത് തന്നെയാണ് 2014 മുതൽക്കേ തന്നെ രാജ്യത്ത് വലിയ വികസന മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഘട്ടം ഭീകരതയെ തകർക്കുക എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകൾക്കെതിരെ നടപടിയെടുത്തത്. ജമ്മു കാശ്മീരിൽ അതായിരുന്നു. ജമ്മു കാശ്മീരിൽ വികസനത്തിന് ഫണ്ട് അനുവദിക്കായിരുന്നില്ല BJP സർക്കാർ ആദ്യം ചെയ്തത്. അവിടെ കൃത്യമായിട്ട് അവിടുത്തെ ഭീകരവാദ സംഘടനകളെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ പോലെയുള്ള സംഘടനകൾ ഇല്ലായ്മ ചെയ്തതിൻ്റെ ശേഷമാണ്, അവിടെ ഭീകരവാദത്തെ പൂർണ്ണമായിട്ടും തളച്ചതിന് ശേഷമാണ് വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് 40,000 കോടി ആദ്യത്തെ ഘട്ടം ഇറക്കിയത് കേന്ദ്ര സർക്കാർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ വലിയ ആഹ്ലാദത്തിലാണ്. തങ്ങൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് ഈ പറയുന്ന ജമ്മു കാശ്മീരിലുണ്ട്. അതിനുള്ള സാഹചര്യം ഒരുക്കിയത് BJP ആണ്. ആ BJP തന്നെയാണ് ഇന്ന് SDPI പോലെയുള്ള സംഘടനകൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് വരും. നമ്മൾ ചിന്തിച്ച് നോക്കണം, 127 മലയാളികളാണ് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ദില്ലി എയർപോർട്ടിൽ നിന്ന് ഈ രാജ്യങ്ങൾ ഇവരെ കടത്തിവിട്ടതിന് ശേഷം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിൽക്കാനായിട്ട് പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. എത്രത്തോളം വളരെ വലിയ വിചിത്രപരമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമെന്ന് ഇവരാരെങ്കിലും ചിന്തിച്ചിരുന്നു? ഇനി നിരോധിച്ചാൽ തന്നെ ഞങ്ങൾ SDPIയിൽ പ്രവർത്തിക്കും, ഞങ്ങളെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ ഇവന്മാർ പ്രധാന കാരണം നിരോധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിരോധിക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും നിലവിൽ കേന്ദ്ര സർക്കാർ ഇവന്മാർക്കെതിരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും വ്യക്തമാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇവന്മാർ ചെയ്യാൻ വേണ്ടി ഇവരുടെ ഒരു പ്രാപ്തിയിലേക്ക് UP ഭരണകാലത്ത് ഇവരായതാണ്. അതിനെയാണ് യഥാർത്ഥത്തിൽ അടിവേരർത്തുകൊണ്ട് BJP ഇപ്പോൾ സെറ്റാക്കി മുന്നോട്ട് പോകുന്നത്. വളരെ വലിയ ആശംസകൾ നേരുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ്, അഭിനന്ദനം അർഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ജിഹാദി ഗ്രൂപ്പുകൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.